നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂരിൽ SIയെ കയ്യേറ്റം ചെയ്ത കൊടുങ്ങല്ലൂർ സ്വദേശികളായ കന്നത്തുപടി വീട്ടിൽ റഷീദിന്റെ മകൻ തനൂഫ്, കോറശ്ശേരി വൈശാഖ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിൻസിപ്പൽ SI സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 പാതയുടെ 45 കിലോമീറ്റർ 2025 ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചിറങ്ങരയിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ 3ാം ഘട്ടം കൊരട്ടി പഞ്ചായത്തിൽ തുടക്കമായി. പ്രകൃതിയും പുഴകളും നിലനിർത്തണമെന്ന ലക്ഷ്യത്തോടെ ഹരിത കേരളം മിഷനാണ് പദ്ധതിക്ക് രൂപം കൊടുത്തത്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ SIയെ കയ്യേറ്റം ചെയ്ത 3 പേർ കസ്റ്റഡിയിൽ. പ്രിൻസിപ്പൽ SI സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ സ്വദേശികളായ കന്നത്തുപടി വീട്ടിൽ റഷീദിന്റെ മകൻ തനൂഫ്, കോറശ്ശേരി വൈശാഖ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മേത്തല കടുക്കച്ചുവട്ടിൽ ബൈക്ക് യാത്രക്കാരനുമായി വാക്കേറ്റമുണ്ടാക്കിയ തൗഫീഖിനെയും വൈശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ലഹരിയിലായിരുന്ന ഇവർ സംഭവസ്ഥലത്ത് വെച്ച് പോലീസിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. പിന്നീട് ഇരുവരെയും പരിശോധനയ്ക്കായി ആശുപത്രിയിലെത്തിച്ച സമയത്താണ് SIക്കെതിരെ വീണ്ടും കയ്യേറ്റമുണ്ടായത്. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതറിഞ്ഞ റഷീദും SIയെ കയ്യേറ്റം ചെയ്തു. ആശുപത്രിയിൽ വൈശാഖും അക്രമാസക്തനായി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 പാതയുടെ 45 കിലോമീറ്റർ 2025 ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചിറങ്ങരയിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ദീർഘകാലമായി ഒരു നാട് സ്വപ്നം കണ്ടൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായ ഒത്തുചേരലാണ് സാർ. ഒരാളുടെ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ സാധിക്കുമ്പോൾ നമുക്കും വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക. നിങ്ങൾക്കും എനിക്കുമൊക്കെ ആ ഒരു അനുഭവമാണുള്ളത്. ഇപ്പൊ ഏറെ സന്തോഷകരമായ ഈ ഒത്തുചേരലിൽ ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. MP ബെന്നി ബെഹനാൻ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, RBCDCK മാനേജിംഗ് ഡയറക്ടർ S സുഹാസ് IAS, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരള പദ്ധതിയുടെ ഭാഗമായാണ് ചിറങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത്. 20 കോടിയോളം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. SPL ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത്. 298 മീറ്റർ നീളത്തിലും 2 ലൈൻ റോഡും ഫുട്പാത്തും ഉൾപ്പെടെ 10.15 മീറ്റർ വീതിയിലുമാണ് മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. നീരൊഴുക്ക് തടസ്സപ്പെട്ടതും വെള്ളക്കെട്ടിന് കാരണമാകുന്നതുമായ തോടുകളെയും ജലാശയങ്ങളെയും വീണ്ടെടുക്കുന്നതിനായി നടക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ 3ാം ഘട്ടം കൊരട്ടി പഞ്ചായത്തിൽ തുടക്കമായി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് ഹരിത കേരളം മിഷന്റെ നീർച്ചാലുകളുടെ പുനർജീവനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പെരുമ്പിത്തോട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുമാരി ബാലൻ അധ്യക്ഷത വഹിച്ചു. മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രകൃതി ചൂഷണം കാരണം നമ്മുടെ തോടുകളും ജലാശയങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രകൃതിയും പുഴകളും നിലനിർത്തണമെന്ന ലക്ഷ്യത്തോടെ ഹരിത കേരളം മിഷൻ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് രൂപം കൊടുത്തത്. പുഴ, തോട് എന്നിവയെ വീണ്ടെടുക്കുക, തീരങ്ങൾ വീണ്ടെടുക്കുക, തീരങ്ങളിലെ നിർമ്മാണ പ്രവർത്തനം തടയുക, സ്വാഭാവിക ഒഴുക്ക് സ്ഥാപിക്കുക, തോട് മലിനമാക്കാതിരിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, പഞ്ചായത്ത് തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ ഹരിത ലക്ഷ്മി, ശ്രീച രാജൻ, ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ടിനു ആന്റണി, തൊഴിലുറപ്പ് മേറ്റ് KK രജനി, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കുഴൂർ ഗ്രാമം ഉത്സവലഹരിയിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി.
ക്ഷേത്രം തന്ത്രി പട്ടംതുരുത്തി മേക്കാട് മന ശങ്കരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റത്തിന് മുന്നോടിയായി ദേശീയ നൃത്ത സംഗീതോത്സവം മുരുകധ്വനിയുടെ ഉദ്ഘാടനം നടന്നു. തുടർന്ന് നിറമാല, ദീപാരാധന, ചുറ്റുവിളക്ക്, വൈക്കം വിജയലക്ഷ്മിയുടെ ഗായത്രി വീണ സംഗീത നിശ, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു. ഡിസംബർ 6 മുതൽ 14 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. എല്ലാ ദിവസവും പകലും രാത്രിയും വിവിധ ക്ഷേത്രകലകൾ, മറ്റു ക്ഷേത്ര ചടങ്ങുകൾ എന്നിവ നടക്കും. ഡിസംബർ 10 ആനച്ചമയ പ്രദർശനം, 11 ഏകാദശി മഹോത്സവം, 12 ഉത്സവബലി, പള്ളിവേട്ട മഹോത്സവം, 13 ആറാട്ട്, വൈകിട്ട് കാർത്തിക ദീപക്കാഴ്ച, കാർത്തിക വിളക്ക് ചടങ്ങുകൾ എന്നിവ നടക്കും. 14 അയ്യപ്പൻ വിളക്ക് ആഘോഷിക്കും. ചലച്ചിത്ര താരവും നാടക നടനുമായിരുന്ന ജോസ് പല്ലിശ്ശേരിയുടെ 20ാം ചരമവാർഷിക ദിനത്തിൽ കൂടപ്പുഴ അജന്ത നാടക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് മധു ചിറക്കൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു എസ് ചിറയത്ത് മുഖ്യാതിഥിയായി. ജോസ് പല്ലിശ്ശേരിയുടെ സഹപ്രവർത്തകനായിരുന്ന നാടക ചലച്ചിത്ര നടൻ MP നന്ദകുമാർ, ജോസ് പല്ലിശ്ശേരി അവാർഡ് ജേതാവ് കലാഭവൻ ജയൻ, പ്രൊഫഷണൽ നാടക നടന്മാരായ ഉണ്ണികൃഷ്ണൻ പാലപ്പെട്ടി, KPAC ലാൽ, ഷൈജു കാച്ചപ്പിള്ളി, ബിജു ജോസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൗൺസിലർ തോമസ് മാളിയേക്കൽ, ചിത്രകാരൻ സുരേഷ് മുട്ടത്തി, ജോണി മേച്ചേരി, ക്ലബ് സെക്രട്ടറി TP രാജു, രജനീഷ് കാളിവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. അജന്ത ക്ലബ്ബ് അടുത്ത വർഷം അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ പുസ്തകം സംവിധായകൻ കലാഭവൻ ജയന് ചടങ്ങിൽ കൈമാറി. വെൽഫെയർ പാർട്ടി മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരാധനാലയ നിയമസംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി KA സദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിനു മുമ്പ് മുനമ്പ വിഷയത്തിൽ ഖണ്ഡിതമായ ഒരു ഉറച്ച തീരുമാനം പറയാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് സംഘപരിവാർ അജണ്ടക്ക് കൂട്ടുനിൽക്കുന്നത് ആരാണ് എന്ന് പരിശോധിക്കേണ്ടത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, വിശിഷ്യ ഈ രാജ്യത്തെ സൗഹാർദ്ദം തകരുന്ന അത്തരമൊരു അന്തരീക്ഷം പരിശോധിക്കുമ്പോൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം, വഖഫ് നിയമങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾക്ക് ശേഷമായിരിക്കണം ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്താൻ എന്ന് പ്രതിപക്ഷ നേതാവിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷെഫീർ കാരൂമാത്ര, NA ഹസൻ, AA അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സംഗമങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് PU സിദ്ദിഖ്, KA സൈഫുദ്ദീൻ, TV ശിവശങ്കരൻ, PA ഷെരീഫ്, ഷംസുദ്ദീൻ AA, KK അലി, ഷഹനാസ് യഹ്യ, KC ലത്തീഫ്, TH ഹൈദ്രോസ് എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ SIയെ കയ്യേറ്റം ചെയ്ത കൊടുങ്ങല്ലൂർ സ്വദേശികളായ കന്നത്തുപടി വീട്ടിൽ റഷീദിന്റെ മകൻ തനൂഫ്, കോറശ്ശേരി വൈശാഖ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിൻസിപ്പൽ SI സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 6-വരിപ്പാതയുടെ 45 കിലോമീറ്റർ 2025 ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചിറങ്ങരയിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ 3ാം ഘട്ടം കൊരട്ടി പഞ്ചായത്തിൽ തുടക്കമായി. പ്രകൃതിയും പുഴകളും നിലനിർത്തണമെന്ന ലക്ഷ്യത്തോടെ ഹരിത കേരളം മിഷനാണ് പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.